നെല്ലിയാമ്പതി മെയിൻ റോഡാണിത്. ഹലോ, ഞങ്ങളിപ്പോൾ തിങ്കളാഴ്ച വന്നതാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, മഴയുണ്ടായില്ല. ഞങ്ങളൊരു 12 മണിയോട് കൂടിയിട്ടാണ് കൈലാസ്നാഥ് എന്ന് പറയുന്ന റിസോർട്ടിൽ റൂം എടുത്തത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു 3 മണിയോട് കൂടിയിട്ട് ഗംഭീര മഴ സ്റ്റാർട്ട് ചെയ്തു. അത് 24 മണിക്കൂറിൻ്റെ താഴെയായിട്ട് നീണ്ടു നിന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച പുലർച്ചയോട് കൂടിയിട്ട് 5-6 സ്ഥലങ്ങളിലായിട്ട് വണ്ടികളൊക്കെ പോകണ ഈ റിസോർട്ടിലേക്ക് വരുന്ന വഴി മണ്ണിടിഞ്ഞും അതുപോലെ ഈ പാറക്കെട്ടുകളൊക്കെ വീണ് ബ്ലോക്കായി. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് 12 കിലോമീറ്റർ ഉണ്ട്. റിസോർട്ടിൻ്റെ അടുത്തല്ല, വരണ റൂട്ടിലാണ്. തിരിച്ച് നാട്ടിലേക്ക് തൃശ്ശൂരിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ കൂടെ ചെറിയ 1.5 വയസ്സായൊരു കുട്ടീൻ്റെ, ഞങ്ങൾ ഫാമിലീൻ്റെ, അങ്ങനെ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഇവിടെ വേറെയും ഒരു 4-5 ആൾക്കാർ വേറെയും ഉണ്ട്. അങ്ങനെ മൊത്തം 10-12 ആൾക്കാരോളം ഈ റിസോർട്ടിൽ തന്നെയുണ്ട്. മറ്റുള്ള റിസോർട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ വയനാടിൻ്റെ തീവ്രമായ മരണസംഖ്യയും മറ്റുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ട് പോയി തോന്നും. ഇവിടെയും സംഭവം രൂക്ഷം തന്നെയാണ്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പം ഉണ്ടായിട്ടുള്ള ദൃശ്യങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് താഴത്തുനിന്നാണ് ഇതിൻ്റെ സഹായം വേണ്ടത്. ഇവിടെ നിന്ന് ഈ ചെറിയൊരു നെല്ലിയാമ്പതി എന്ന് പറയുന്ന ഈ ചെറിയൊരു സ്ഥലത്തു നിന്നുള്ള സഹായങ്ങൾ, അല്ലെങ്കിൽ JCB അല്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു പരിമിതിയുണ്ട്. താഴത്തുനിന്ന് തന്നെ കൂടുതൽ ഫോഴ്സ് വന്ന് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഞങ്ങളിങ്ങനെ കുടുങ്ങി കിടക്കും. ചെറിയ കുട്ടിയുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രശ്നത്തിലാണ്. അപ്പോൾ നിങ്ങൾ കളക്ടർ അല്ലെങ്കിൽ MLA, മന്ത്രി ഇവരെ കടപ്പെട്ടുകൊണ്ട് കൂടുതൽ ഫോഴ്സിനെ വന്നിട്ട് എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ് മെയിൻ. അല്ലെങ്കിൽ എയർലിഫ്റ്റായിട്ട് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള സംവിധാനം, ഇതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് നടക്കുകയുള്ളൂ. ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പോൾ തീരും. റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന സ്ഥലത്തെ ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ലെങ്കിലും പിന്നീട് പ്രശ്നങ്ങളാവും. ഇവർ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാരൊന്നും വന്നിട്ടൊന്നുമില്ല. ഉള്ള ഫുഡ് തീർന്നാൽ അത് പ്രോബ്ലമാവും. പിന്നെ ഈ ചെറിയൊരു ടൗണിൽ നിൽക്കുന്ന ഫുഡിൻ്റെ പരിമിതികളൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ പിന്നീട് പ്രശ്നങ്ങൾ കൂടാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് അധികാരപ്പെട്ടവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ പല റിസോർട്ടുകളും കിടക്കുന്നവരെ അവസ്ഥ ഗുരുതരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.